ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പുറത്ത്. ആ ഒരു ശബ്ദം കേട്ടപ്പോൾ തന്നെ കട്ടിലിൽ നിന്ന് എണീക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. കുറേ നേരം കിടന്നു. അത്യാവശ്യം മഴയൊക്കെ തോർന്നു കഴിഞ്ഞപ്പോഴാട്ടോ പിന്നെ ഞാൻ പുറത്ത് വന്നത്. ഇന്നലെ തന്നെ ഞാൻ ഡ്രസ്സ് അലക്കി അതൊക്കെ ഉള്ളിൽ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നുകൊണ്ട് ഡ്രസ്സൊന്നും നനഞ്ഞിട്ടില്ല കേട്ടോ. നമുക്കിവിടെ വിരിച്ചിടാൻ വേറെ സ്ഥലമൊന്നും ഇല്ലാത്ത കാരണം ഞാൻ ഉള്ളിൽ തന്നെ ആ ഒരു സ്റ്റാൻഡിൽ അങ്ങനെ ഉള്ളിൽ കയറ്റി വെക്കുകയാണേ ചെയ്യുക. അതാകുമ്പം ഡ്രസ്സൊന്നും നനയില്ല. ഒരു റൂം ടെമ്പറേച്ചറൊക്കെ കാരണം പകുതി ഉണങ്ങി കിട്ടുകയും ചെയ്യുമല്ലോ കൊണ്ട് ഉള്ളി കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ അതാ ഞാനിന്ന് രാവിലെ തന്നെ കുറച്ച് മസാലക്കറി ഉണ്ടാക്കാനുള്ള തിരക്കിലാട്ടോ. മോൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ എനിക്ക് മസാലക്കറിയും ചപ്പാത്തി മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അവൻ ഉദ്ദേശിച്ച മസാലക്കറി ഇതായിരുന്നില്ല കേട്ടോ. അവൻ ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തിട്ട് മസാലയാക്കിയിട്ട് ചോറിൻ്റെ കൂടെ വേണം എന്നായിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ എനിക്ക് ചപ്പാത്തി ഉരുളക്കിഴങ്ങ് മസാലയും മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആട്ടോ ഉണ്ടാക്കിയത്. കാരണം രാവിലേക്ക് എനിക്ക് എന്തായാലും ചപ്പാത്തി ഉണ്ടാക്കണം. അപ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് മസാലക്കറി ആയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏട്ടന് ഇഷ്ടമാണ്, കുഞ്ഞും കഴിച്ചോളൂ എന്നുള്ള രീതിയിൽ ഞാൻ പെട്ടെന്ന് ഇതാ ഉള്ളിലേക്ക് മുറിച്ച് അതിനകത്ത് ഞാൻ കുറച്ച് എന്താ പറയുക മഞ്ഞപ്പൊടി ഉപ്പ് മാത്രം ഓട്ടോ ഇട്ടിട്ടുള്ളത്. എരിവിന് വേണ്ടിയിട്ട് ഞാൻ മുളകാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ആ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി ഞാനൊരു സൈഡിലേക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം അത് വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ സൈഡിലേക്ക് വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ പെട്ടെന്ന് ഉടച്ചിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് മസാലക്കറി റെഡിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ പെട്ടെന്ന് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ല നമ്മുടെ തൊട്ടടുത്തുള്ളൊരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ അവർക്ക് കുറച്ച് വയ്യ. അപ്പോൾ അവർക്കും കൂടെ കുറച്ച് കറിയൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അവർക്ക് കറിയൊക്കെ കൊടുത്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇതാ മോൻ എണീറ്റിരിക്കുന്നുണ്ട്, ഫ്രണ്ട് വന്നിരിക്കുന്നുണ്ട്. പിന്നെ ഏട്ടനും റെഡിയായി ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടനും ഭക്ഷണമൊക്കെ പെട്ടെന്ന് കൊടുത്തു. ഈ ഒരു ഉരുളക്കിഴങ്ങ് കറീൻ്റെ കൂടെ കഴിക്കാൻ പൂരിയാട്ടോ ഏറ്റവും നല്ലത്. നല്ല ടേസ്റ്റ് ഉണ്ടാകുകയും നല്ല കോംബോ ആയിരിക്കും. ചപ്പാത്തി അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് വരണം എന്നില്ല കേട്ടോ. പക്ഷേ ഞാൻ എപ്പോഴും ഇങ്ങനെ പൂരി ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇന്ന് ചപ്പാത്തിയായിട്ടും ഉണ്ടാക്കിയത്. അപ്പോൾ അതാ ഏട്ടനും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഏട്ടൻ അതാ ഓഫീസിൽ പോയിട്ടുണ്ട്. മോൻ ഇപ്പോഴും ഫ്രണ്ടിൽ തന്നെ ഇരിക്കുക കേട്ടോ. ഇപ്പോഴും ഒരു മഴമൂട്ടമൊക്കെ ഉണ്ട്. ഇപ്പോൾ മഴ വരാൻ നിൽക്കുവാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയിട്ട് ഉച്ചയ്ക്കുള്ള ഭക്ഷണം കൂടെ ഒന്ന് റെഡിയാക്കണം. അപ്പോൾ അതാ ഞാൻ ഏട്ടന് വേണ്ടിയിട്ട് കുറച്ച് എന്താ പറയുക ചീര ഉപ്പേരി ആയിട്ട് വെക്കുന്നത്. ചീരയല്ല, ഇതിവിടുത്തെ പാലക്ക് എന്ന് പറയും. അപ്പോൾ ആ ഒരു ഇല ഉപ്പേരി ആയിട്ട് വെക്കുന്നത്. അപ്പോൾ അതാ പെട്ടെന്ന് കടുകൊക്കെ പൊട്ടിച്ച് ഉള്ളിയൊക്കെ ഇട്ട് ഞാൻ ഇതിനകത്ത് പച്ചമുളകൊന്നും അങ്ങനെ വല്ലപ്പോഴും ഒക്കെ ഇടാറുള്ളൂ കേട്ടോ. എല്ലാ കറികളിൽ പച്ചമുളക് ഇടുമ്പം പെട്ടെന്ന് എരിവ് പിടിക്കും കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലപോലെ എരിവുള്ളതുകൊണ്ട് കുട്ടികൾ എന്തായാലും കഴിക്കില്ല. അപ്പോൾ ഞാൻ എരിവിടാതെ വെക്കുമ്പം ഇടയ്ക്ക് ഇങ്ങനെ അവൻ്റെ ചോറൊക്കെ വാരി കൊടുക്കുന്ന സമയത്ത് ഓരോരോ ഇലേൻ്റെ കഷ്ണം ഇങ്ങനെ ഇടയിൽ അവൻ കാണാതെ ഒളിപ്പിച്ചിട്ടൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ പച്ചമുളകൊന്നും ചേർക്കാറില്ല. പച്ചമുളക് ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അത് അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും അതുപോലെ മീറ്റ് മസാലയും ഉപ്പും ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ മോന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇന്ന് മഴയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും കഞ്ഞി വയ്ക്കാമെന്ന് വിചാരിച്ച് കുറച്ച് കഞ്ഞിക്കാട്ടോ അരിയിട്ടിരിക്കുന്നത്. കഞ്ഞിക്ക് അരിയിടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറിൻ്റെ അരി തന്നെയാണ്, പക്ഷേ കുറച്ച് കൂടുതൽ നേരം വേവിച്ചിട്ടുണ്ട്. ഒരു 4 തവണയൊക്കെ ഇൻഡക്ഷനിൽ വേവിച്ചിട്ടുണ്ടാവും കേട്ടോ. 4 തവണയൊക്കെ വേവിച്ച് കുറച്ച് നേരം അടച്ചൊക്കെ വെച്ച് അങ്ങനെയൊക്കെ ആട്ടോ സെറ്റാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള അരി എന്ന് വെച്ച് കഴിഞ്ഞാൽ വടിമട്ട ആട്ടോ. വടിമട്ട ഒരു 4-5 തവണ വേവിച്ച് കഴിഞ്ഞാൽ നല്ലപോലെ സോഫ്റ്റായി കിട്ടുമേ. പിന്നെ ഇന്നലെ ഞങ്ങൾ മാർക്കറ്റിൽ പോയ സമയത്ത് ചിക്കൻ മഞ്ചൂരിയൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് എടുത്ത് ചൂടാക്കിയിട്ടുണ്ട്. മോനാണെങ്കിലും ഏട്ടനാണെങ്കിലും ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ നല്ല കാര്യമാട്ടോ. അപ്പോൾ അതും കൂടെ പെട്ടെന്ന് എടുത്ത് ചൂടാക്കി വയ്ക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയൊരു മൂടി തേങ്ങ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ഫ്രിഡ്ജ് വെച്ചതായിരുന്നു. അതിന് കുറേ ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ എന്തായാലും കേടുവന്നു പോവും. അപ്പം ഞാൻ എന്താ പെട്ടെന്ന് ആ ഒരു ചെറിയൊരു മൂടിയല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് പെട്ടെന്ന് എടുത്ത് അതൊന്ന് ചമ്മന്തിക്ക് വേണ്ടി ഇതാ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്നൊന്ന് ചിരകി എടുക്കുന്നുണ്ട്. ഞങ്ങൾ എന്താ പറയുക ചിരകുക എന്നാട്ടോ പറയുക, തേങ്ങ ചിരകുക എന്നാണേ പറയുക പാലക്കാടൊക്കെ. അപ്പോൾ ഇതാ പെട്ടെന്നൊന്ന് ചിരകി എടുക്കുന്നുണ്ട്. ഇനി ഇത് ചമ്മന്തിയായിട്ട് അരയ്ക്കാനും വേണ്ടിയിട്ട് പച്ചമുളകോ ഉണക്കമുളക് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാൻ പച്ചമുളകാണ് എടുക്കുന്നത്. ഉണക്കമുളക് നല്ല എരിവായിരിക്കുമല്ലോ, അപ്പോൾ കുട്ടിക്ക് കഴിക്കാൻ എന്തായാലും പറ്റില്ല. അപ്പോൾ ഞാൻ പച്ചമുളകാട്ടോ എടുത്തിട്ടുള്ളത്. പച്ചമുളക് ഒരു വലിയ പച്ചമുളക് എടുത്താൽ മതി. അതുപോലെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതുപോലെ പുളി, പിന്നെ നാരകത്തിൻ്റെ ഇല യൂസ് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാകും, നല്ലൊരു മണമൊക്കെ ഉണ്ടാകും. അപ്പോൾ അത്രയൊക്കെ ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കി എടുക്കുകയാണെങ്കിൽ ചെയ്യുക. ഇവിടെ നമുക്ക് അമ്മിക്കല്ലും ആട്ടുകല്ലൊന്നും ഇല്ലാത്ത കാരണം എന്തായാലും എല്ലാ പണിയും മിക്സിയിൽ തന്നെ ആട്ടോ ഞാൻ ചെയ്യാറ്. അരി അരയ്ക്കുന്ന
ആണെങ്കിലും എല്ലാം ഞാൻ മിക്സിയിൽ തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ അതും കൂടെ ഒന്ന് പെട്ടെന്ന് അരച്ചെടുക്കണം. ഉരുളക്കിഴങ്ങിൻ്റെ മണം കേട്ടിട്ട് മോൻ ഇടയ്ക്കിടയ്ക്ക് അടുക്കളയിൽ വന്നും പോയി ഇരിക്കുന്നുണ്ട്. അവന് എന്താ പറയുക, ടി വിൻ്റെ മുന്നിൽ ഇരിപ്പുറയ്ക്കാതായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അവനിങ്ങനെ വന്ന് എന്നെ സഹായിക്കുന്നതാണ്. അവനും എന്നെ പോലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കണം, സഹായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചെറുകി വെച്ചുള്ള തേങ്ങയൊക്കെ എടുത്ത് അവൻ ഉപ്പേരികളിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവനെ ഓട്ടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അവൻ ഇവിടെ നിന്ന് പോകണില്ല. അവന് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ അവൻ അങ്ങനെ കേട്ടോ സ്പെഷ്യലായിട്ട് അടുക്കളയിൽ വന്ന് വെറുതെ ഇങ്ങനെ എത്തി നോക്കിക്കൊണ്ടേയിരിക്കും. അമ്മ എനിക്ക് ഇന്ന് എടുത്ത് കാണിച്ചതാന്നൊക്കെ പറയും. അപ്പോൾ ഉച്ചഭക്ഷണമൊക്കെ റെഡിയായി. പെട്ടെന്ന് മോന് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് പുറത്ത് വന്ന് നോക്കിയപ്പം വീണ്ടും മഴ വരാനുള്ള ലക്ഷണമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, എനിക്ക് രാവിലെ ഞാൻ ആ ഒരു തുണിയൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. കുറച്ച് ചെറിയൊരു വെയിൽ വന്നപ്പം പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട്. ഇനി ആക്കൊന്ന് എടുത്ത് മടക്കി വയ്ക്കണം. മോന് ഭക്ഷണമൊക്കെ കൊടുത്ത് ഞാനും ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഏട്ടൻ വരുന്നേ ഉള്ളൂ. ഏട്ടൻ വന്നിട്ട് വേണം ഏട്ടനും ഭക്ഷണം കൊടുക്കാൻ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഞാൻ വീണ്ടും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരാം കേട്ടോ. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ കാണുന്നവരെ ബായ്.